ചിരിക്കുന്ന ചിരി കണ്ടില്ലയോ? കഴിഞ്ഞ ചിരി. സത്യം പറ, ഇതാരാ വരച്ചത്? നീയാണോടാ? അല്ല. നീയാണോടി? ഞാനല്ല അമ്മൂമ്മ. അമ്മൂമ്മ ഇതല്ല എവിടെ കിടന്ന് ഉറങ്ങിയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇത് ആരാ വരച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. കാണാത്ത കാര്യം ഞാൻ പറയൂല. അയ്യോ, കാണുന്ന കാര്യം മാത്രം പറയുന്ന രണ്ട് സാധനങ്ങള്. ഓ അമ്മൂമ്മ, എന്താ? ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്തോന്നാ? ഈ മീശയും വെച്ചോണ്ട് ദേഷ്യപ്പെടരുത്, ചിരി വരണം. ദേഷ്യപ്പെടോ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാം. ഞാൻ എന്റെ അമ്മൂമ്മ ഇത് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും അല്ല. പിന്നെ ഇങ്ങനൊരു കാര്യം ഈ വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇതിന് ഒരാളേ ഉള്ളൂ. അതാരാ? പാറു. പാറുവാ? പിന്നെ പാറു ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ വരച്ചു വെക്കൂല്ലയോ? ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ. അതാര്? ഇവിടുത്തെ മരുമോള്. ആ സാധ്യത തള്ളി കളയാൻ പറ്റൂല. കഴുകളഞ്ഞില്ലേ? അത് കഴുകി കളഞ്ഞോളാം ഞാന്. ഇത് നീയാണോ വരച്ചത്? പിന്നെ ഞാനൊന്നും അല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇവളായിരിക്കും അമ്മ, എനിക്ക് ഉറപ്പാ. രാവിലത്തെ റിവഞ്ച് തീർക്കാൻ നോക്കിയാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇവൻ ഇടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? ഇവനായിരിക്കും അമ്മൂമ്മ. ഞാനാ? ചേച്ചിക്ക് ഭ്രാന്തയച്ചി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? അല്ല, ഗന്ധർവനാണോ അമ്മൂമ്മ? പിന്നെ ഗന്ധർവൻ അതല്ലേ പണി. ഏത് ഗന്ധർവനാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും അല്ലല്ലോ. എവിടെ? അപ്പൊ എന്നാ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ മൂന്നുപേരും അല്ലേ? ഉറപ്പാന്നേ? അല്ല അമ്മൂമ്മ. അപ്പൊ ഈ മീശ വരച്ചത് ആരാന്ന് കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചാൽ സഹായിക്കുന്നവർക്ക് 2000 രൂപ തരും. ശരിക്കും? ശരിക്കും. ഭവാനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. തരുമെന്ന് പറഞ്ഞാ തന്നിരിക്കും. ഓക്കെ. നിനക്ക് വേണ്ടേടാ? നിന്റെ മുഖത്തൊരു പ്രസന്നത ഇല്ലല്ലോ. പിന്നെ എനിക്ക് തന്നെ വേണം. നിനക്ക് വേണ്ടായോ? കാശിന് ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ അമ്മൂമ്മ വേണം സഹായിക്കാം. ഓ, പിന്നെ വലിയ കാശുകാരി വന്നേക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്ക്. ഞാനേ ആ ചെറുതിനെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് വരാം. എന്താ? ഇത് ചെയ്തത് ആരാണെങ്കിലും ഞാൻ കൈയോടെ പൊക്കും. വരാൻ പറഞ്ഞാ വന്നോണം. ബാ വന്നേങ്ങോട്ട്. കാര്യമൊന്നും പറ. അങ്ങോട്ട് ഇത് ഇവിടെ പറയാൻ കുത്തില്ല. പറ്റില്ല. സംഭവം സീരിയസ് ആയി കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തോന്ന്? നമ്മള് രണ്ടുപേരും കൂടെ ചേർന്നാണ് വരച്ചത്. രണ്ടുപേരുടല്ല, നീ ഒറ്റയ്ക്ക് പോയിട്ടാണ് വരച്ചത്. അങ്ങനെ പറഞ്ഞൂടാ. അങ്ങനെ പറയും. ചേച്ചി പറഞ്ഞിട്ടല്ലേ ചേച്ചി ഞാൻ പോയി വരച്ചത്? ഞാൻ പറഞ്ഞ ഉടനെ നീ പോയി ചെയ്യാൻ പോയി എന്തിന്? എന്താ ചേച്ചി അങ്ങനെയൊക്കെ പറയണേ? അവിടെ റൂമിൽ മിണ്ടാതിരുന്ന് എന്നെ എന്റെ ആണത്തത്തിന് ചോദ്യം ചെയ്തില്ലേ ചേച്ചി? നിനക്ക് ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ആ സമയത്ത് എൻ്റെ കഷ്ടകാലത്ത് ഞാൻ അമ്മൂമ്മ അതുപോയി നടന്നു പോയി. അപ്പോഴല്ലേ ചേച്ചി പറഞ്ഞേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ പോണ അമ്മൂമ്മയുടെ മുഖത്ത് വരയ്ക്കാൻ. അപ്പോഴും ഞാൻ വീണില്ലേ? ഓർമ്മണ്ട? 500. ആ വെറും 500 രൂപയിലാണ് ഞാൻ വീണത്. നീയെ ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ തരും. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് 2000 രൂപ. 500 രൂപ പോയാലും 1500 രൂപ. അപ്പോഴും ചേച്ചിക്ക് 1500 രൂപ ലാഭം അല്ലേ? എടാ, കോടിക്കണക്കിന് ആസ്തിയുള്ള എനിക്ക് 2000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം ആവശ്യമില്ലേ? എടാ, ഇല്ലെന്ന്. ഒറ്റൂല്ലേ? ഞാനായിട്ട് എന്തായാലും പോയി പറയൂല്ലോ. നീ പോയി എഴുന്നള്ളിക്കായിരുന്നാ മതി. അതിന് ഞാൻ ചാവണം. അല്ലെ ആ മുമ്പ് കൊന്നോളൂ. ഒന്നുമില്ല, ഒന്ന് സൂക്ഷിച്ചോ. ഓൾ ദി ബെസ്റ്റ്. പറയൂലായിരിക്കും അല്ലേ? ഏയ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളതല്ലേ? നീ ഇവിടെ വന്നിരിക്കുവാണോ? ഓ, ചുമ്മാ വന്നിരിക്കണ കാറ്റുകളെ. എന്തായാലും അമ്മൂമ്മയുടെ മുഖത്ത് മീശ വരച്ചവന്റെ പുറകെയാണ് ഞാൻ. ഞാനും എന്റെ പുറകെ തന്നെ പൊക്കും. ഞാൻ നിനക്ക് എളുപ്പമായിരിക്കുമല്ലോ. കേശുവേ, നിന്റെ ഫോണൊന്നും തരും, ഒരു ഫ്രണ്ടിനെ വിളിക്കണം. ഓക്കെ. നിന്റെ ഫോൺ? നിന്റെ കയ്യിൽ എന്റെ ഫോൺ വെച്ചിട്ട് കളിയാക്കണാടി. ഇന്ന് രാവിലെ വലിയൊരു തമാശ നടന്നടാ. ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഫോണും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോണ്ടേ അമ്മൂമ്മയുടെ മുഖത്തൊരുത്ത് മീശ വരയ്ക്കുന്നു. ഞാൻ കൈയോടെ വീഡിയോ എടുത്ത് വെച്ചില്ലേ? ഞാൻ അല്ലേ ഇത്? വീഡിയോയിൽ നീ തന്നെയാ. ചുമ്മാ തമാശ അല്ല, സീരിയസ് ആയിട്ടാ. വീഡിയോ കാണണോ? ശിവ 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 ഫോൺതാടി. കളിക്കല്ലേ? തരില്ല, കളിക്കും. എന്തു പാടിയടി പറ. അങ്ങനെ എന്ത് പറയണ നീ? എന്തു പറയുന്നത്? ഒന്നുമില്ല, ഞാൻ നിന്റെ ആങ്ങളല്ലേടി. അയ്യോ, ആങ്ങളെയും പെങ്ങളൊന്നുമില്ല ഇവിടെ. ഞാൻ ഇപ്പൊ ഈ ഫോൺ അമ്മൂമ്മയുടെ കൈ കൊടുത്ത അമ്മൂമ്മ 2000 രൂപ എന്റെ കൈ വെച്ച് തരും. നിന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് തല്ലും. എന്നിട്ട് ഈ 2000 രൂപ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ സ്കൂളിൽ കൊണ്ട് അടിച്ച് പൊളിക്കടാ. അത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ നിന്റെ ചേട്ടൻ ഇവിടെ കാണത്തില്ല. അത് പോയിന്റ്. അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ
ഞാനൊരു ഓഫർ തരാം. എടീ സത്യം പറയാമല്ലോ, ആ ചേച്ചി ഒറ്റൊരാൾ കാരണമാണ് ഞാൻ ഇതിനകത്ത് ഒന്ന് കയറിയത്. എനിക്ക് 500 രൂപ തരാന്ന് പറഞ്ഞ് ബെറ്റി വെപ്പിച്ച്. ഓഹോ, അപ്പൊ അവിടുന്ന് വേറെ 500 രൂപ. ഓക്കെ, ഞാനിപ്പോ ഈ ഫോൺ അമ്മമ്മയുടെ കൈ കൊണ്ട് കൊടുത്താ എനിക്ക് 2000 രൂപ കിട്ടും. ഞാൻ വേണമെങ്കിൽ ഈ ഫോൺ നിനക്ക് തരാം. പക്ഷേ നീ 2000-ൽ 1 രൂപയെങ്കിലും കൂടുതൽ എനിക്ക് ഇങ്ങോട്ട് തരണം. സത്യം പറഞ്ഞ എന്റെ സ്വഭാവത്തിന് ദീക്ഷിച്ചത് 500 കൂടി ഞാൻ ചോദിക്കേണ്ടതാണ്. പിന്നെ ചെറിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കൈ വെച്ചൊന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യണ്ട, ഉമ്മയുടെ കൈ കൊടുക്കണോ? അങ്ങനെ ഡിസ്കഷന്റെ ആവശ്യമില്ല, ഞാൻ തരും. ആണോ? പിന്നെ തന്നാ നിനക്ക് കൊള്ളാം. 2001. 2000-ൽ 1 രൂപയെങ്കിലും കൂടുതൽ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്, 1/2 മണിക്കൂർ സമയം ഞാൻ തരും. 2000 എന്റെ കയ്യിൽ കിട്ടില്ലെങ്കിൽ ഫോണും വീഡിയോ നീ അമ്മമ്മയുടെ കണ്ടിരിക്കും. കിട്ടും, 2000 രൂപ കിട്ടും, കിട്ടിയിരിക്കും. നല്ല വെച്ച് കണ്ടിന്യൂ. 1/2 മണിക്കൂറാണല്ലോ. ആ